63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തിരുവനന്തപുരത്ത് വർണ്ണാഭമായ തുടക്കം. കേരള കലാമണ്ഡലത്തിന്റെ നൃത്താവിഷ്കാരത്തോടെയായിരുന്നു കലാപൂരത്തിന് കൊടിയേറിയത്. പ്രശസ്ത നടി 5 ലക്ഷം രൂപ ആവശ്യപ്പെട്ടെന്ന വിവാദത്തിലെ നൃത്തരൂപം സൗജന്യമായി ഒരുക്കിയത് കേരള കലാമണ്ഡലം. സ്വാഗതഗാനത്തിന്റെ നൃത്താവിഷ്കാരത്തിന് കൈയടിച്ച് മുഖ്യമന്ത്രിയും മന്ത്രിമാരും. കലോത്സവത്തിലെ തെറ്റായ പ്രവണതകൾ ഒഴിവാക്കണമെന്നായിരുന്നു ഉദ്ഘാടന പ്രസംഗത്തിൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. ചിലപ്പോഴെല്ലാം കലോത്സവ വേദികൾ കിടമത്സരങ്ങളുടെയും തർക്കങ്ങളുടെയും വേദിയാകാറുണ്ട്. അതുണ്ടാവാതെ ഇരിക്കാൻ കലാപരമായ കഴിവുകളുടെ പ്രകാശനത്തിന് കൈവരുന്ന അവസരമായി ഇതിനെ കാണാൻ എല്ലാവരും ശ്രമിക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. MTയുടെ വിയോഗവും മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലും മുഖ്യമന്ത്രി അനുസ്മരിച്ചു. ആരോഗ്യകരമായ മത്സരമാണ് നടക്കേണ്ടതെന്നും വിജയിക്കുകയല്ല പങ്കെടുക്കുകയാണ് പ്രധാനമെന്നും വിദ്യാർത്ഥികളോട് വി ശിവൻകുട്ടി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മത്സരത്തിനായി എത്തിയിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളോട് എനിക്ക് പറയാനുള്ളത്, വിജയമല്ല പങ്കെടുക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. ആരോഗ്യകരമായ മത്സരമാണ് അങ്ങനെ ഇവിടെ നടത്തേണ്ടത്. പരസ്പര ബഹുമാനവും സ്നേഹവും അച്ചടക്കവും വേണം. സെൻട്രൽ സ്റ്റേഡിയത്തിൽ പ്രൗഢഗംഭീരമായിരുന്നു ഉദ്ഘാടന ചടങ്ങ്. 1ാം വേദിയിൽ മോഹിനിയാട്ടത്തോടെ തുടങ്ങിയ കൗമാരമേള ബുധനാഴ്ചയാണ് സമാപിക്കുക. റിപ്പോർട്ടർ, തിരുവനന്തപുരം.